നാച്ചുറോപ്പതി ചികിത്സ ചെയ്ത്. പക്ഷെ അവിടുന്ന് റിക്കവറി ആയിട്ടുണ്ടെങ്കിലും അവിടുന്ന് ഒരു സജഷൻ ഉണ്ടായിരുന്നു, നിങ്ങളെ കുട്ടിനെ പോലും എടുക്കാൻ പാടില്ല, അത്രക്കും റെസ്റ്റ് വേണം. പക്ഷെ ഞങ്ങൾ ലേഡീസിനൊരു പ്രത്യേകത ഉണ്ട്, ഞങ്ങളെ കാര്യം നോക്കൂല. പക്ഷെ മക്കളെ കാര്യമാണെങ്കിലും ഹസ്ബൻഡിന്റെ കാര്യമാണെങ്കിലും വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് പോകും. അതുപോലെ തന്നെ ഞാൻ ഇത്രത്തോളം ഗൗരവമുള്ള കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കില്ല. ഒരു 5-6 വർഷം കഴിഞ്ഞപ്പോഴൊക്കെയാണ് പനിയും ഛർദിയും വന്ന് ഹോസ്പിറ്റലൈസ് ആയി. അവസാനം 2-3 ഹോസ്പിറ്റലിൽ കയറിയതിനു ശേഷമാണ് എൻ്റെ ഒരു വാൾവ് തീർന്ന് രണ്ടാമത്തതിലേക്ക് എത്തി അറിയുന്നത്. അങ്ങനെ 5 വർഷത്തോളം ആ ട്രീറ്റ്മെന്റ് തുടർന്ന് അവസാനം എനിക്ക് ഒരു നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായി. ഒന്ന് താഴോട്ട് നോക്കിയാൽ പോലും ഭയങ്കര കിതപ്പായി. അവസാനം ഡോക്ടർ പറഞ്ഞു ഇനി സർജറി അല്ലാതെ നിവൃത്തിയില്ല. അങ്ങനെ ഓപ്പൺ സർജറി ചെയ്യാൻ വേണ്ടി എല്ലാം ഞങ്ങൾ റെഡിയായ സമയത്ത് ലാസ്റ്റ് ചെക്കപ്പില് ഡോക്ടർ തിരിച്ചു വിട്ടു, 1 മാസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയും. അങ്ങനെ ആ 1 മാസം കഴിഞ്ഞിട്ട് ചെയ്താൽ പറഞ്ഞ് വീട്ടിലെത്തി. വളരെ സന്തോഷത്തോടെയാണ് ഹോസ്പിറ്റലിൽ വിട്ടത്. പക്ഷെ വീട്ടിലെത്തിയ സമയത്ത് പലരും പറഞ്ഞ് ഇത് എന്തോ ഒരു കാരണമുണ്ട്. അങ്ങനെ ഡോക്ടർ വീണ്ടും വിളിച്ച് അന്വേഷിച്ച സമയത്ത് നിങ്ങൾക്ക് ആ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറി വന്നാൽ 3 ദിവസം മാത്രമേ നിങ്ങൾക്ക് ആയുസുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു വിട്ടത്. പിന്നെ അവിടെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ പോയി, ബാംഗ്ലൂർ സായിബാബ, ആരെവിടെ പറഞ്ഞു അവിടെ എല്ലാം പോയി. അവസാനം ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇങ്ങനെ നിന്നോളാം, ഇനി ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വീണ്ടും വീട്ടുകാരെ നിർബന്ധിച്ച് അവസാനം ചെന്നൈയില് മയോട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞത് ഇതേ ഉള്ളൂ, സാറേ എനിക്ക് എന്താണ് അസുഖം എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. പക്ഷേ ഡോക്ടർ സാധാ എല്ലാ ഹോസ്പിറ്റലിലും ചെയ്ത സമയത്ത് പോലെ അതുപോലെ ചെക്കപ്പ് ചെയ്ത സമയത്ത് സെയിം റിപ്പോർട്ട് തന്നെ. എന്നോട് ഇരുന്നിങ്ങനെ എണീക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ ബാക്കോട്ടേക്ക് പോകുന്നൊരവസ്ഥയിലായി. അവര് കടത്തി നോക്കിയ സമയത്ത് എൻ്റെ ബോഡിൻ്റെ ഉള്ളിലൂടെ ഒരു തുള്ളി ബ്ലഡ് പോലും പാസ് ചെയ്യുന്നില്ല. അതായിരുന്നു എൻ്റെ അസുഖം. പക്ഷേ അത് ഈ കണ്ട് കാണപ്പെട്ട കേരളത്തിൽ ഒരുവിധം എല്ലാ ഹോസ്പിറ്റലും കയറി ഇറങ്ങിയിട്ടും അവർക്കും മനസ്സിലായില്ല. അവര് ഫസ്റ്റ് കേസാണ്, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ബലൂൺ സർജറി ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് ബലൂൺ സർജറി ചെയ്തോളൂ. ഹസ്ബൻഡ് കുറെ പറഞ്ഞ് ചെയ്യണോ ചോദിച്ച സമയത്ത് ദൈവം എനിക്കൊരായുസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിൽക്കും, എൻ്റെ വിധി പോലെ വരും, ചെയ്തോളി എന്ന് പറഞ്ഞു. അങ്ങനെ 3 കിലോ അട്ടിക്ക് വെച്ചിട്ട് കഴിഞ്ഞ് അതുവരെ ഞാൻ ഉറങ്ങിന്. ഞാൻ ഈ ബലൂൺ സർജറി കഴിഞ്ഞതിന് ശേഷം നന്നായി ഉറങ്ങാൻ തുടങ്ങി, കുഴപ്പമൊന്നുമില്ല. ഒരു 4-5 വർഷം പിന്നിട്ടപ്പോഴേക്കും എനിക്ക് ശ്വാസത്തിന് തടസ്സം വന്ന്. അങ്ങനെ ഇനി കേരളത്തിലെ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമില്ല. അവസാനം ചെന്നത് വെല്ലൂര് CMC ഹോസ്പിറ്റലിലാണ്. ആ വെല്ലൂര് CMC ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് എൻ്റെ ഒരു സൈഡ് മൊത്തം ഷിവറിങ് ആയിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. ശ്വാസം കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നത് മുഴുവൻ കുടുങ്ങി പോവുക. അങ്ങനെ പിന്നെ ഡോക്ടർ അവിടുന്ന് 3 മാസത്തിലധികം ഞങ്ങൾ അവിടെ അഡ്മിറ്റായി. അവസാനം ഡോക്ടർ പറഞ്ഞൊരു വാക്കുണ്ട്. ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ 2 നേരം ഇൻഹേലർ ഉപയോഗിക്കുക, പിന്നെ രാവിലെ എണീറ്റിട്ട് തന്നെ ഒരു തെറാപ്പി ചെയ്യാം. അങ്ങനെ തെറാപ്പി ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മുഖം എണീറ്റിട്ട് ഭയങ്കര ഷിവറിങ് ഉണ്ടാവുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോഴും ഞാൻ ഈ പ്രൊഡക്റ്റ് തന്ന ആളെ എന്നും ഓർമ്മിക്കും. പക്ഷെ അത്രത്തോളം ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയ സമയത്ത് ഞാൻ കുറെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ബെഡല്ലേ, ഈ വെല്ലൂര് വരെ പോയിട്ട് മാറാത്തത്, എങ്ങനെയാണ് ഈ ബെഡ് കൊണ്ട് മാറുക? പക്ഷെ ഞാൻ ഒരു പരീക്ഷണാർത്ഥം എന്നുള്ളത് ഞാൻ വാങ്ങി. എന്താണോ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തത് ആ രീതിയിൽ ഉപയോഗിക്കാൻ തയ്യാറായ സമയത്ത് ഈ 2.5 മാസം കൊണ്ട് ഏതാണ്ട് എൻ്റെ എല്ലാ മരുന്നുകളും എനിക്ക് ഒഴിവാക്കാൻ പറ്റി. ഈ സമയം വരെ ഒരു മരുന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. പക്ഷെ എനിക്കറിയാം ഈ ഒരു 2-3 വർഷം കൊണ്ട് ഞാൻ ഇത്രയും കാലം അനുഭവിച്ച എൻ്റെ എല്ലാ അസുഖത്തിനും എനിക്ക് റിസൾട്ട് കിട്ടിയ സമയത്ത്
ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് തോന്നി സമൂഹത്തിൽ ഇത്രയോ ആൾക്കാർ എന്നെ പോണം വിഷമിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അവരിലേക്ക് എനിക്ക് പല പ്രതിസന്ധികളും ഞാൻ തരണം ചെയ്തുകൊണ്ടാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഞാൻ സജീവമായിട്ട് ഇറങ്ങിയത്. എനിക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമല്ല. എന്നെ പോണം സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അവരിലേക്ക് ഞാൻ ഇത് എന്തായാലും എത്തിക്കും എന്നുള്ള ഒരു വാശിയോടുകൂടി ഇറങ്ങി പുറപ്പെട്ട സമയത്ത് ഒരു 3000-ലധികം ആൾക്കാർക്ക് ഞാനൊരു അത്താണിയാവാനും പറ്റി. 20 ലക്ഷത്തിൻ്റെ ഉള്ളിൽ എനിക്ക് വരുമാനം വാങ്ങിക്കാനും എന്നെ പോണം ഇത്രയോ ആ 20 ലക്ഷത്തിനേക്കാണ് ഞാൻ അർഹിക്കുന്നത്. ആ ഒരാൾക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്ത് അവരിൽ കിട്ടുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് അതിനേക്കാണ് പുണ്യാണ്. ഇത് നമ്മളെ ഞാൻ ഈ ഇൻകം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് ഇപ്പോഴത്തെ ഇൻകം പ്ലാൻ അനുസരിച്ച് ഇത് ഒരു ദിവസത്തെ വരുമ്പം ഒരു ദിവസം 30,000 വരുമാനം കിട്ടിയ ഒരു സമയത്താണ് ഞാൻ ഈ ഇൻകം വാങ്ങിച്ചത്. പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, നമ്മളെ കുറ്റപ്പെടുത്താനും കളിയാക്കാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാൻ ഇന്നും എൻ്റെ ടീമിലുള്ളവരടുത്ത് പറഞ്ഞു, ഇനിയും ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാല് എന്തായാലും 40 കഴിഞ്ഞ ആൾക്കാരാ. ഇനി നമുക്ക് വേറെ ഓപ്ഷൻ എന്താണുള്ളത്? നമ്മൾ തിരിച്ചറിയാൻ തയ്യാറാവുക. എന്നെ പോണം ഒരു വീട്ടമ്മയായി എനിക്ക് ഇത്ര നേടാൻ പറ്റിയെങ്കിൽ നമ്മൾക്ക് ദൈവം ഒരവസരം തന്ന് നമ്മൾ ഇനിയും ഉപയോഗിക്കാതിരുന്നാൽ നമ്മൾ സമൂഹത്തിൽ നമുക്ക് എന്ത് വിലയാണുള്ളത്? ഇത്രയും പുണ്യമുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഏറ്റെടുക്കുക. നമ്മൾ ലേഡീസായ എന്നോടാണ് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്. നമ്മളൊക്കെ ആണുങ്ങളെ അധ്വാനിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പൈസ അവരല്ല അല്ലേ, ചെലവാക്കൽ ആരാണ്? ലേഡീസാണ്. പക്ഷെ നമ്മള് പല കാര്യങ്ങളും നമ്മളത് മാറ്റി വെച്ചിട്ടാണ് നമ്മളെ പലതും ചെയ്തല്. അപ്പോ ഇത്രയും വലിയൊരു അവസരം നമ്മൾ പാഴാക്കാതിരിക്കുകയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്.